ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കുക, കേരളത്തിനെതിരായ നീക്കം ചെറുക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ഇടതുമുന്നണി സംഘടിപ്പിക്കുന്ന പ്രതിഷേധ മാർച്ചിന് ഇന്ന് തുടക്കം. ഉന്നത വിദ്യാഭ്യാസ സംരക്ഷണ സമിതി സംഘടിപ്പിച്ച രാജ്ഭവൻ മാർച്ചിൽ തലസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. ജാതിമത വ്യത്യാസമില്ലാതെ മനുഷ്യനെ മനുഷ്യനായി മാത്രം കാണുന്ന സംസ്ഥാനമാണ് കേരളം. അവിടെയും വിദ്യാഭ്യാസ മേഖലയിൽ കാവ്യവൽക്കരണം നടത്താനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്ന് രാജ്ഭവൻ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. RSS project of a fascistic Hindu Rashtra wants. They want mind control. They don't want creativity. They want people to think in a backward, obscurantist manner, victims of superstition and blind faith, so that their project can succeed. Kerala higher education is the obstacle to it. So that is why they are attacking Kerala's higher education, and for that very reason the people of Kerala will rise to protect their higher education system and will not allow the central government to misuse constitutional officers to achieve that purpose of destroying Kerala's higher education. DMK രാജ്യസഭാ MP തിരുച്ചി ശിവയും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും CPI സംസ്ഥാന സെക്രട്ടറി കാനൻ രാജേന്ദ്രനും ഉൾപ്പെടെയുള്ളവർ ശക്തമായ ഭാഷയിലാണ് ഗവർണറുടെ നടപടിയെ വിമർശിച്ചത്. കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ ഗവർണറെ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാരും RSSും നീക്കം നടത്തുന്നു എന്നാരോപിച്ചായിരുന്നു രാജ്ഭവന് മുന്നിലെ ജനകീയ മാർച്ച്. ഇത്തരം ജനകീയ പ്രതിരോധങ്ങൾ ഇനിയും തുടരും എന്നതിന്റെ പ്രഖ്യാപനം കൂടിയാണ് രാജ്ഭവൻ മാർച്ചിലൂടെ ഇടതുമുന്നണി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറാമാൻ സുമേഷിനോടൊപ്പം അശ്വിനി, യോഗനാഥം ന്യൂസ്.